വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാമാണ് നാളെ നടക്കാൻ പോകുന്നത്, പ്രാക്ടിക്കൽ ടാക്സേഷൻ. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്, തലേ ദിവസം മാത്രം ബുക്ക് എടുത്തിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ മാത്രം ബുക്ക് എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ എന്തൊക്കെ ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്യണം, എങ്ങനെ പഠിക്കണം, ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. എല്ലാ സബ്ജക്ട്സിന്റെയും അസൈൻമെന്റ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മൾ സൺഡേ മുതൽ തന്നെ സെക്കൻഡ് സെമസ്റ്റർ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേപ്പർ തന്നെയാണ് പ്രാക്ടിക്കൽ ടാക്സേഷൻ. എസ്പെഷ്യലി ഡിഗ്രിക്ക് ഇപ്പോൾ ടാക്സ് പഠിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഡിറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. 2 ബ്ലോക്കുകളാണ്, ഡിറക്റ്റ് ടാക്സിൻ്റെയും ഉണ്ട് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും. അതും നേരത്തെ സബ്ജക്റ്റ് പോലെ തന്നെ പ്രാക്ടിക്കൽ ഏരിയാസിലോട്ടാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ പലരും സ്റ്റഡി മെറ്റീരിയൽ നോക്കുമ്പോൾ ഇപ്പോൾ ഡിഗ്രിക്ക് ടാക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്, ബുദ്ധിമുട്ട്. അപ്പോൾ എന്നാലും നമ്മൾ ഈ ഒരു ടൈമിൽ പാസ്സാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം, പാസ്സാകാൻ നമുക്ക് 35 മാർക്കാണ് വേണ്ടത്. സോ ഇന്റേണൽ വഴി നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും അസൈൻമെന്റ് സബ്മിഷനിലൂടെ. ദെൻ ബാക്കി 70 മാർക്കിൽ നമുക്ക് 21 മാർക്ക് മിനിമം, അതിനേക്കാൾ കൂടുതൽ എങ്ങനെ നേടാൻ സാധിക്കും. സോ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ പാർട്ട് C ആണ്, essay. സോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും essay കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി essay എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസിലോട്ട് വരുമ്പോൾ അതിൽ 4 essayയിൽ 1 പ്രോബ്ലം 3 തിയറിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് വരാ. അപ്പോൾ അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്ന essay ചോദ്യങ്ങളുണ്ടാവും. എസ്പെഷ്യലി ഞാൻ കുറച്ച് സജഷൻസ് നൽകിയതിൽ നമ്മൾ GST റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന, ഓൺലൈനായിട്ട് ഫയൽ ചെയ്യുന്ന സ്റ്റെപ്പുകൾ, ആ സ്റ്റെപ്പുകളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും അത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ GSTയുടെ ബേസിക്സ്, എന്താണ് GST, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ നീഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു essay ചോദ്യം, GST രജിസ്ട്രേഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST രജിസ്ട്രേഷൻ. ഇങ്ങനെ GST റിലേറ്റ് ചെയ്തിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ 2-3 ചോദ്യങ്ങളിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരെണ്ണം ലഭിക്കും. ചില സമയത്ത് 1-2 വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ 2-3 ചോദ്യങ്ങൾ പറഞ്ഞില്ലേ, ഇത് പഠിച്ച് അവസാനിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ ആണ്. വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മുടെ എക്സാം റിലേറ്റഡ് ലൈവ് നമ്മളത് കവർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ ഇതിൽ പ്രോബ്ലം ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഒന്ന് ഇപ്പോൾ മിക്കതും എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് TDS റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. TDS, അഡ്വാൻസ് ടാക്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഏരിയ. അതിൽ TDS റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രോബ്ലം പഠിച്ച് കഴിയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ തിയറിയിലോട്ട് അല്ലേ ഫോക്കസ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ പാസ്സാകാൻ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഏരിയ നോക്കാം. പിന്നെ ഡിറക്റ്റ് ടാക്സിൻ്റെ ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ITRന്റെ ഫോംസ്, ITR 1 മുതൽ 7 വരെയുള്ള ആ ഫോംസ് വളരെ കംഫർട്ടബിൾ ആയിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന മറ്റൊരു essay ടോപ്പിക്കാണ്, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ TCS എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടേംസ് മറ്റൊരു ഏരിയയാണ്. ബട്ട് അതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് ഞാൻ GSTയുടെ ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ്. ഡിറക്റ്റ് ടാക്സിനേക്കാളും കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. ITR പിന്നെയും കംഫർട്ടബിൾ ആണ്. ഇങ്ങനെ നമ്മൾ essayക്ക് 4 എണ്ണത്തിൽ 2 എഴുതിയാൽ മതിയല്ലോ. ശരിക്കും പറഞ്ഞാൽ GST മാത്രം പഠിച്ചാൽ 2 essay കിട്ടും. നമുക്ക് 4 essay വേണമല്ലോ. 2 essay GST, 2 ഈ പറയുന്ന ഡിറക്റ്റ് ടാക്സ്. അങ്ങനെയാണ് അവർ പ്രപ്പോർഷൻ ഇടാറ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ബ്ലോക്ക് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 2 essay കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു essayയിൽ 15 മാർക്കാണ്, നമുക്കൊരു പകുതി മാർക്ക് ഒരെണ്ണത്തിൽ കിട്ടിയാൽ തന്നെ
രണ്ടും കൂടി ഒരു 15 മാർക്ക് 2 SAയിൽ നിന്നും കൂടിയിട്ട് കിട്ടി. ഇനി നമുക്ക് ബാലൻസ് 21 എത്താൻ നമ്മൾ ഈ പറയുന്ന 2 മാർക്ക് പാർട്ട് എയിലോട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ നമ്മൾ പാസ് മാർക്കിനേക്കാൾ എബോവ് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അതിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ സാക്കോഡ് എന്താണ്, കോമ്പോസിഷൻ ലെവി എന്താണ്, അതുപോലെ തന്നെ ഡിറക്ട് ടാക്സ് എന്താണ്, സപ്ലൈയില് ഇപ്പൊ കോമ്പോസിറ്റ് സപ്ലൈ, എക്സം സപ്ലൈ, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ, ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ, ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഈ പറയുന്ന എന്താണ് സപ്ലൈയിൽ നിന്ന് ഏതെങ്കിലും 1-2 എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഇൻവോയ്സ് എന്താണ്, TDS എന്താണ്, പിന്നെ റിട്ടേണിൽ പലതരത്തിലുള്ള റിട്ടേണിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പൊ ഡിഫക്റ്റീവ് റിട്ടേൺ, റിവൈസ്ഡ് റിട്ടേൺ, റിട്ടേണിൽ ഫൈനൽ റിട്ടേൺ ഉണ്ട്. പലതരത്തിലുള്ള റിട്ടേണിലെ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യവും വരുന്നതാണ്. റിട്ടേൺ ഓഫ് ഇൻകം കൺസെപ്റ്റ്, റിട്ടേൺ ഓഫ് ലോസിന്റെ കൺസെപ്റ്റ്, പിന്നെ GSTN എന്താണ്, ഡ്യുവൽ GST മോഡലിന്റെ കൺസെപ്റ്റ് എന്താണ്, റിവൈസ് റിട്ടേൺ, മാൻഡേറ്ററി റിട്ടേൺ എന്താണ്, വോളണ്ടറി റിട്ടേൺ എന്താണ്, ഇങ്ങനെ 2 മാർക്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 8 നൽകും, അതിൽ 5 എഴുതിയാൽ മതി. നമുക്കൊരു 3 കിട്ടാൻ ഒരു പാടില്ല. ഈ പറഞ്ഞ ചോദ്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ 3 കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവിടെ 6 മാർക്കായി. സോ ഈ 15 + 6 ആകുമ്പോൾ തന്നെ അവിടെ 21 മാർക്സിൻ്റെ അടുത്തായി. മനസ്സിലാവുണ്ടോ? ഇനി നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പല ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞുള്ള പല ചോദ്യങ്ങളും നമുക്ക് പാർട്ട് ബിയിൽ വരും. പാർട്ട് ബിയിൽ 10 ചോദ്യങ്ങളാണ്. അതിൽ നമുക്ക് 6 എഴുതിയാൽ മതി. ഇപ്പൊ ഡിറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് തമ്മിലുള്ള ഡിഫറൻസ്, ഇപ്പൊ ഈ പറഞ്ഞ GST രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അവിടെയും വരാം. ദെൻ ഞാൻ പറഞ്ഞു നീഡ് ഫോർ GSTയുടെ നീഡ് അല്ലെങ്കിൽ ഫീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞു ഞാൻ. അത് സപ്ലൈയിലെ ഡിഫറെന്റ് ടൈപ്സിനെ പറ്റിയുള്ള കാര്യങ്ങള്, പിന്നെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജേഴ്സിനെ പറ്റിയുള്ള, ക്രെഡിറ്റ് ലെഡ്ജർ, ലൈബിലിറ്റി ലെഡ്ജർ, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ടാക്സ് ഇൻവോയ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് നോട്ട്, ദെൻ GST റിട്ടേണിന്റെ ബെനഫിറ്റ്സ്, അതിന്റെ പർപ്പസ്, ഇങ്ങനെ GSTയിൽ നിന്നുള്ള ഈ കുറച്ച് ചോദ്യങ്ങൾ, നമ്മൾ GSTയുടെ ബേസിക്സ് നോക്കാൻ പറഞ്ഞില്ലേ, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറെ 5 മാർക്കിന്റെ കാര്യങ്ങളും കിട്ടും എന്നുള്ളതാണ്. ഡിറക്ട് ടാക്സിന്റെ ഏരിയയിലും ഇതുപോലെ തന്നെ TCSനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളുണ്ട്, TDSന്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാർട്ട് എയിലേക്കും പാർട്ട് സിയിലേക്കും പറഞ്ഞുള്ള പല കാര്യങ്ങളും നമുക്ക് പാർട്ട് ബിയിലേക്കും കയറി വരുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ പാർട്ട് ബി കൂടി പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഫുൾ ടൈം എക്സാമുകൾ സ്പെൻഡ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും പുഷ്പം പോലെ പാസ്സാക്കാൻ സാധിക്കും. ഇനി എൻ്റെ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ആ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ട് അത് പഠിച്ചുള്ള കുട്ടിക്കാണെങ്കിൽ പുഷ്പം പോലെ 85%, 90%ൻ്റെ അടുത്ത് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ഏതെങ്കിലും ഒരു ബ്ലോക്ക് തന്നെ ഫോക്കസ് ചെയ്താൽ പാസ്സാകും. 2 ബ്ലോക്കും ഈക്വലാണ്. ഓക്കെ, ദെൻ നമ്മൾ എക്സാം റിലേറ്റഡ് ലൈവ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ GST ഏരിയ, കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് GST ഏരിയ ആണ്. കാരണം GST ആണല്ലോ പുതിയ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷനും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അവസാനത്തെ എക്സാം പ്രസൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you and all the very best.